ഹലോ. കുറേ പേര് കുറേ ദിവസം കൊണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. വിസ ശരിയാവാതെ കുറേ പേര് കിടന്ന് കഷ്ടപ്പെടുവാണ് അന്യനാട്ടിലൊക്കെ. അപ്പം നിങ്ങൾക്കിടെ എനിക്ക് വിഷമം മനസ്സിലാവും. കാരണം ഞാനും അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഭർത്താവിന് 2 വർഷം 2 വർഷം കൂടുമ്പോൾ വിസ പുതുക്കുന്ന ജോലിയാണ്. അപ്പോൾ വിസ പുതുക്കിയില്ലെങ്കിൽ നമ്മൾക്ക് എത്ര ടെൻഷൻ ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പം അതിന് പറ്റിയൊരു നല്ല വചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതം കർത്താവിൽ ഭാരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കോളും. ഇതിങ്ങനെ 33 പ്രാവശ്യം ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലുക. അപ്പോൾ നിൻ്റെ ജീവിതം കർത്താവിൽ ഭാരമേൽപ്പിക്കുക, അവിടുന്ന് വിശ്വസിക്കുക, ബാക്കി അവിടെ നിന്ന് നോക്കിക്കോളും എന്നാണ് പറയുന്നത്. സങ്കീർത്തനം 37:5 37:5. അപ്പോൾ ഇത് നിങ്ങൾ ചൊല്ലുന്നതിനേക്കാൾ ഒത്തിരി ഫലമുണ്ട് എഴുതുമ്പോൾ. കാരണം ചൊല്ലുമ്പോൾ നമ്മുടെ നാക്ക് മാത്രമാണ് അവിടെ ചലിക്കുന്നത്. എഴുതുമ്പോൾ നമ്മുടെ കൈ ചലിക്കുന്നു, ബ്രെയിൻ അതിൻ്റെ ഒപ്പം വായിക്കുന്നു. പിന്നെ നമ്മളത് വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെവിയിൽ കൂടെ അത് കയറുന്നു. അപ്പോൾ കുറേ പ്രവർത്തികൾ അവിടെ നടക്കുന്നുണ്ട്. കുറേയും കൂടെ ഫലമുണ്ട്. ഈ 33 പ്രാവശ്യം ചൊല്ലുമ്പോൾ 99 പ്രാവശ്യം ചൊല്ലേണ്ട ഫലമുണ്ട് എഴുതുമ്പോൾ. അപ്പോൾ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വിസ ശരിയാവാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ജോലിക്കൊന്നും ഇരിക്കുമായിരിക്കുമല്ലോ, കഷ്ടപ്പാടായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയം കണ്ടുപിടിച്ച് എഴുതുവാണെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ഇന്ന് ഒരു കുട്ടി സാക്ഷിയായിട്ട് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ കൂടെ ചേർക്കാം. അപ്പോൾ നിങ്ങൾ ഈ വചനം മറന്നു പോകരുത്. നിൻ്റെ ജീവിതം കർത്താവിൽ ഭാരമേൽപ്പിക്കുക, അവിടുന്ന് ആശ്രയിക്കുക, അവിടുന്ന് നോക്കിക്കോളും കേട്ടോ. 37:5 സങ്കീർത്തനം. അപ്പോൾ ബാക്കി ആ കുട്ടിയുടെ സാക്ഷിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. താങ്ക് യു ചേച്ചി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിയോഗം വെച്ച് വചനം എഴുതി പ്രാർത്ഥിക്കുന്നത്. ഞാൻ ശരിക്കും ഒരു ക്രിസ്ത്യനാണ്. പക്ഷേ എന്താ പറയുക, എനിക്കിപ്പോൾ കൂടുതൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്, ഇടയ്ക്ക് കൊന്ത ചെല്ലാറുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര വിശ്വാസം ഒന്നും കൂടെ എൻ്റെ കൂടെ പോലെ. കാരണം ഞാൻ കുറേ നാളായി, ഇപ്പോൾ 2 വർഷമായി ഞാൻ ജോലിക്ക് വെയിറ്റ് ചെയ്യണം. ഒന്നും ഓക്കെ ഉണ്ടായില്ല. ഇതിന് മുമ്പ് ഞാൻ ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്യണ്ടായിരുന്നത്. അത് അതിനിടയ്ക്ക് കൂടെ അമ്മയ്ക്ക് വയ്യാതായപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒന്നും ഓക്കെ ഉണ്ടായിരുന്നില്ല. 2 വർഷമായി ജോലിക്ക് വേണ്ടി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ആകെ നിരാശയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് എഴുതിയപ്പോൾ നല്ല വിശ്വാസത്തോടെയൊക്കെ തന്നെ എഴുതിയ. പക്ഷേ എനിക്കിങ്ങനെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, കിട്ടുമോ കിട്ടില്ല അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വേക്കൻസിയുടെ ഓഫർ വന്നതും എല്ലാം ഇങ്ങോട്ടേക്കാണ്. റെക്കമെൻഡേഷൻ തന്നതും ഒക്കെ ഇങ്ങോട്ടേക്കാണ്. എനിക്ക് ആരോടും അങ്ങോട്ട് പോയി ചോദിക്കേണ്ട വന്നില്ല അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോന്നോ, അല്ലെങ്കിൽ ഒന്നും എനിക്ക് അന്വേഷിക്കേണ്ട വന്നില്ല. റെക്കമെൻഡ് ചെയ്ത് തരുമെന്നോ ഒന്നും ആരോടേക്ക് ചോദിക്കേണ്ട വന്നില്ല. ഒക്കെ ഇങ്ങോട്ടേക്കാണ്. റെക്കമെൻഡേഷൻ തരാമെന്ന് പറഞ്ഞതും ഒക്കെ ഇങ്ങോട്ടേക്കാണ്. അപ്പം എനിക്ക് ഈ വചനം അത്രയ്ക്ക് പവറായിട്ട് തോന്നി. കാരണം ഈ വചനത്തിൽ പറഞ്ഞ പോലെ തന്നെയാണല്ലോ അത് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പ അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു എനിക്ക് തോന്നി. കാരണം എനിക്ക് ആരോടും അങ്ങോട്ടേക്ക് കയറി ഒന്നും ചോദിക്കേണ്ട വന്നില്ല. ഇത് ഇന്നലെ ഇൻ്റർവ്യൂവിന് പോലും 5 പേരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തന്നെ സെലക്ഷൻ കിട്ടി. എനിക്കത് ശരിക്കും ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അല്ലാതെ